അവാസ്തവങ്ങൾ കുത്തി നിറച്ചതും കുറേ ദിവാസ്വപ്നങ്ങൾ അടുക്കി വെച്ചതുമായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ വർത്തമാന കാലത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളെ, അതിലെ സങ്കീർണമായ പ്രശ്നങ്ങളെ, സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നതിനെക്കുറിച്ച് യാതൊരു ലക്ഷ്യബോധവും ഇന്നത്തെ ബജറ്റിലില്ല. തൊഴിലില്ലായ്മ അടക്കമുള്ള മൗലികമായ വളരെയേറെ പ്രശ്നങ്ങൾ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുള്ള ഒരു ബജറ്റാണ്. അവാസ്തവങ്ങൾ കുത്തി നിറച്ച ബജറ്റാണ് ഞങ്ങൾ പറയാനുള്ള കാരണം. ഇതിൽ പറയുന്നുണ്ട് സോഷ്യൽ ഇൻക്ലൂസിവിറ്റിയും ജിയോഗ്രഫിക്കൽ ഇൻക്ലൂസിവിറ്റിയും ഉള്ളതാണ്. സാമൂഹ്യ മേഖല എടുത്തു നോക്കുകയാണെങ്കിലും, രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഓരോ റീജിയൻ്റെയും കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും അതൊക്കെ ഇൻക്ലൂസീവായിട്ടൊരു അപ്രോച്ച് എടുത്തിട്ടുണ്ടെന്നാണ്. യാതൊരു അപ്രോച്ച് ഇത് എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അതിലുള്ള അകൽച്ചകൾ ഇതിൽ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ആലങ്കാരികമായിട്ട് സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തിയിരിക്കുന്ന ഒന്നാണ്. സോഷ്യൽ ജസ്റ്റിസ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണിത്. എന്നാൽ അത് പരിഹരിച്ചിട്ട് അതിലെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും സാമ്പത്തിക സാഹചര്യങ്ങളിലടക്കം നീതി പുലർത്തുവാനുള്ള സമീപനമേ ഇതിൽ ഇല്ല എന്നുള്ളതാണ് അതിലുള്ള മറ്റൊരു കാര്യം. വേറെ കാര്യമെന്ന് പറയുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനും റിഫോമിനും വേണ്ടിയുള്ളതാണെന്നാണ്. യഥാർത്ഥത്തിൽ പ്രതിലോമകരമാണ്. മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട കാര്യം അതിനുള്ളതല്ലെന്ന് മാത്രമല്ല, രാജ്യത്തെ പിറകോട്ടടിപ്പിക്കുന്ന സംഗതിയാണ്. മറ്റൊരു സംഗതിയിൽ പറഞ്ഞിട്ടുള്ളത് നാരീശക്തിയുടെ കാര്യത്തിൽ വമ്പിച്ച ഒരു വ്യതിയാനം രാജ്യത്ത് വരുത്താൻ ഇത് സഹായകരമായി തീരുമെന്നാണ്. ഈ ബജറ്റിലെ പ്രസംഗത്തിലെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്ത ഒരു ബജറ്റാണ് ഇതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അവാസ്തവം കുത്തി നിറച്ചാകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പറഞ്ഞൊരു കാര്യം, ഏവറേജ് റിയൽ ഇൻകം 50% കൂടിയെന്നാണ്. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ മോഡറേറ്റ് ആണെന്നുമാണ്. വലിയ അസത്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പർച്ചേസ് പവർ കുറഞ്ഞിരിക്കുകയാണ്. കൃഷിക്കാരന്, സാധാരണക്കാരന്, രാജ്യത്തെ പൗരന്മാർക്ക് അവരെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏവറേജ് റിയൽ ഇൻകം കൂടിയെന്നാണ്. അതാണ് മറ്റൊരു സംഗതി. പിന്നെ ഇതിൽ ദിവാസ്വപ്നങ്ങൾ, ഇത് കുറേ സ്വപ്നങ്ങൾ വാരി ഉതറിയിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ട് ഒരു വികസിത് ഭാരത് എന്നൊരു സങ്കല്പം, ആ സങ്കല്പത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അവർ സ്വപ്നം കാണുകയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇൻക്ലൂസീവ് ഗ്രോത്ത് വരും, ദരിദ്രർ, സ്ത്രീകൾ, അന്നദാതാക്കൾ, യുവാക്കൾ ഇവരുടെ എല്ലാം ക്ഷേമ രാജ്യം വരാൻ വേണ്ടി പോകുന്നുവെന്നാണ്. ഈ എല്ലാ ജനവിഭാഗത്തോടും അനീതി ചെയ്തിട്ടുള്ളതും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാത്തതുമായ ബജറ്റിലെ ഒരു ദിവാസ്വപ്നമെന്ന് ഞങ്ങൾ വിളിക്കാനുള്ള കാരണം അതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് കാര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പോലും കാര്യമായിട്ട് എന്തെങ്കിലും ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ കേരളം പോലുള്ള സംഗതികൾ, അതിലെ മറ്റേത് സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള മറ്റ് സംഗതികൾ വല്ലതും ബജറ്റ് ഡോക്യുമെൻ്റ് കൂടി പരിശോധിച്ചിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ചോദിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ചോദിച്ചിട്ടില്ല എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ആ സമീപനം തന്നെ തെറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് തരില്ല അല്ലെങ്കിൽ തരുമെന്നുള്ളത് അറിയണമെങ്കിൽ തന്നെ അത് ചോദിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ കാലത്ത് ചോദിച്ചൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്നില്ല എന്നൊരു സമീപനം ഓപ്പണായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ബജറ്റ് ഡോക്യുമെൻ്റ് നോക്കിയിട്ട് പറയാം. ഏതായിരുന്നാലും ആളുകളെ വളരെ നിരാശരാക്കിയ ഒരു ബജറ്റാണിത്. യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. ഞാൻ പറഞ്ഞതുപോലെ അവാസ്തവങ്ങൾ ഉള്ളതാണ്, പെരുപ്പിച്ച് കാണിക്കുന്നതാണ്. സ്വപ്നാടനം എന്നതുപോലെയുള്ള ഒരു സമീപനമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ബജറ്റ് പ്രസംഗത്തിൽ എടുത്തിട്ടുള്ളത്.